ഹായ്, നസ്ലിയാണ്. ഞാനുള്ളത് ഇന്ന് ഹൈദരാബാദിലാണ്. ഹൈദരാബാദിലെ മോസ്റ്റ് വിസിറ്റഡ് ഡെസ്റ്റിനേഷൻസുകളിൽ ഒന്നായിട്ടുള്ള കുതുബ് ഷാഹി ടോംബ് അഥവാ ശവകുടീരങ്ങൾ. ഇതിൻ്റെ ചരിത്രം പറയുകയാണെങ്കിൽ ഒരുപാട് ചരിത്രങ്ങൾ ഇവിടെ നമുക്ക് കാണാനും മനസ്സിലാക്കാനുണ്ട്. പക്ഷെ അതിൽ വളരെ കുറഞ്ഞ പോയിന്റ് മാത്രം ഞാൻ പറയാം. 106 ഏക്കറിലായി കിടക്കുന്ന ഈ ഒരു ഏരിയയിൽ 40-ലധികം ശവകുടീരങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഇതിൻ്റെ ചരിത്രം പറയുകയാണെങ്കിൽ ഏകദേശം 7 തലമുറ രാജാക്കന്മാരുടെ ചരിത്രം ഈ ഒരു പ്രദേശം നമ്മോട് പറയുന്നുണ്ട്. 17-ാം നൂറ്റാണ്ടിൽ പകർച്ചവ്യാധികൾ വന്ന സമയത്ത് ഇവിടുത്തെ രാജാവ് ഒരു തീരുമാനമെടുത്തു, ഇനി മുതൽ രാജകുടുംബത്തിൻ്റെ ശവകുടീരങ്ങൾ നഗരത്തിന് പുറത്ത് സൃഷ്ടിക്കാം. ആ ഒരു തീരുമാനമാണ് ഇത്രയും വലിയ രാജകീയമായിട്ടുള്ള ഒരു നെക്രോപോളിസ് ഉണ്ടാവാനുണ്ടായ ചരിത്രം. ഇത് വെറുമൊരു ശവകുടീരം മാത്രമല്ല, ഇവിടെ ഉള്ളത് ഹൈദരാബാദും അതുപോലെ ഗോൽക്കൊണ്ട ഫോർട്ട്, അതുപോലെ ഇവിടുത്തെ മൂസി നദി, ഇതൊക്കെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരുപാട് ചരിത്രം ഈ ഒരു പ്രദേശം നമ്മോട് പറയുന്നുണ്ട്. കുതുബ് ഷാഹി സാമ്രാജ്യത്തിൽ 7 രാജാക്കന്മാർ വന്നു. അവസാനത്തെ രാജാവ് മുഗൾ രാജാക്കന്മാരുമായിട്ടുള്ള യുദ്ധത്തിൽ തോറ്റു രാജ്യം നഷ്ടപ്പെട്ടു. പക്ഷേ അവരുടെ ഈ ശവകുടീരങ്ങൾ ഇന്നും ചരിത്രത്തിൻ്റെ ഭാഗമായിട്ട് മാറിയിട്ടുണ്ടെന്നുള്ള 106 ഏക്കറിലായി വ്യാപിച്ച് കിടക്കുന്ന ഈ ഒരു സമുച്ചയം കുതുബ് ഷാഹികളുടെ ഉയർച്ചയും താഴ്ചയൊക്കെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. സോ ഇതുപോലെയുള്ള ചരിത്രപ്രധാനമായിട്ടുള്ള വീഡിയോകളായിട്ട് ഞാൻ ഇനി വരും. അപ്പോൾ ബൈ.